പ്രതിഫലം വാങ്ങാതെ ഗുരുക്കന്മാരുടെ ആഗ്രഹ സഫലീകരണത്തിനായി 900 വർഷമായി തൃശൂർ ഇടമുട്ടത്ത് തോൽപ്പാവക്കൂത്ത് നടത്താൻ എത്തുന്നവരാണ് പട്ടാമ്പിയിലെ കളരിക്കൽ തറവാട്ടുകാർ. 7 ദിവസം ശ്രീരാമചരിതം മുഴുവൻ പാതിരാ നേരത്ത് നിഴൽപ്പാവകളായി രേഖപ്പെടുത്തുകയാണിവർ. പ്രത്യേകം കൂത്തമ്പലമുള്ള പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിൽ ഇത്തവണത്തെ കൂത്തിന് ആരംഭമായി. എല്ലാ വർഷവും 7 ദിവസങ്ങളിൽ രാത്രി തോൽപ്പാവക്കൂത്ത് അരങ്ങേറുന്ന സ്ഥലമാണ് പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രം. 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ പട്ടാമ്പിയിലെ കളരിക്കൽ വീട്ടിലെ കുടുംബാംഗങ്ങളാണ് പഴമക്കാർ തുടങ്ങിവെച്ച ആചാരം തുടരുന്നത്. ഞങ്ങള് പട്ടാമ്പി കളരിക്കൽ വീട്ടിലുള്ള അംഗങ്ങളാണ്. ഞങ്ങള് ഉത്സവത്തോടനുബന്ധിച്ചുള്ള കൂത്തിനോട് അനുബന്ധിച്ചിട്ടാണ് ഞങ്ങളിവിടെ കൂത്ത് നടത്താൻ വേണ്ടി വന്നിട്ടുള്ളത്. വർഷങ്ങളായി പറഞ്ഞാൽ ഏകദേശം കണക്കാക്കപ്പെട്ടില്ല. ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ തോൽപ്പാവക്കൂത്ത് ആദ്യമായി ഇവിടെ ആരംഭിച്ചത് ഞങ്ങളുടെ പട്ടാമ്പി കളരിക്കൽ തറവാട്ടിൽ നിന്നാണ്. പട്ടാമ്പിയിൽ നിന്നുള്ള പണിക്കന്മാർ എത്തിയാൽ അതാണ് ക്ഷേത്രത്തിലെ കൊടിയേറ്റ സമയം. പട്ടാമ്പി പണിക്കന്മാരുടെ കൊട്ടിയറിയിപ്പോടെയാണ് അശ്വതി വേലയ്ക്ക് തുടക്കമാകുന്നത്. ശ്രീരാമചരിതത്തിലെ സേതുബന്ധനം മുതൽ പട്ടാഭിഷേകം വരെ തോൽപ്പാവക്കൂത്തിൽ ആസ്വാദകർക്ക് പകർന്നു നൽകും. കമ്പരാമായണത്തിലെ തമിഴ് ശീലുകൾ ഫലിതത്തിന്റെ മേമ്പൊടിയും ചേർത്ത് ചെണ്ടയുടെ താളവും കൂടിയാകുമ്പോൾ കൂത്തിന് മാറ്റുകൂടും. രോഗപീഠകൾക്കും വളർത്തു മൃഗങ്ങൾക്കും വേണ്ടി കൂത്തിൽ നാടകം എന്ന പേരിൽ വഴിപാട് ചീട്ടാക്കുന്ന ചടങ്ങുമുണ്ട്. ഇതിനായും ഭക്തർ എത്തുന്നുണ്ട്. 20 വർഷത്തിന് മേലെയായിട്ട് ഇവിടെ അമ്പലത്തിൽ തൊഴാൻ വരുന്നതും കൂത്ത് കാണാൻ വരുന്നതാണ്. പുലർച്ച വരെ നമ്മൾ വന്നിരിക്കാറൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് നാടകം എഴുതിക്കലാണ്. അത് നാടകം കാണാനും ഒരു വഴിപാടായിട്ടാണ്. നമുക്ക് എന്ത് കാര്യങ്ങൾ വിചാരിച്ചാലും അത് സാധിച്ചു കിട്ടാനായിട്ടുള്ള വഴിപാടാണ് നാടക വഴിപാട്. നിഴൽ പാവക്കൂത്തിന്റെ പാരമ്പര്യവും ഐതിഹ്യവും വരും തലമുറകൾക്കും പകർന്നു നൽകാനുള്ള ശ്രമത്തിലാണ് എടമുട്ടം പാലപ്പെട്ടി ഭഗവതി ക്ഷേത്രത്തിലെ ഭാരവാഹികൾ. രാജു ഗുരുവായൂർ, ജനം TV.